എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു പാഠവുമായിട്ടാണ് വന്നിട്ടുള്ളത്. Dear friends, today we have the chapter And Then Gandhi Came to Discuss. It's an excerpt from Jawaharlal Nehru's famous work, The Discovery of India. Here, in this book, we can see what Nehru says about Gandhiji and his influence on common people. Before moving on to the chapter, we have an introduction about the author, Jawaharlal Nehru, born on 14th November 1889 and died on 27th May 1964, was the first Prime Minister of India. Jawaharlal Nehru promoted democracy, socialism, secularism and unity while adapting modern values to Indian conditions. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ പുതിയ കാലത്തിൻ്റെ മൂല്യങ്ങൾക്കൊപ്പം ജവഹർലാൽ നെഹ്റു പ്രൊമോട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഡെമോക്രസിയാണൊന്ന്, അതായത് ജനാധിപത്യം, സോഷ്യലിസം, സെക്യുലറിസം അതായത് മതനിരപേക്ഷത, യൂണിറ്റി എന്നിവയാണ് അവ. എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഹ്റു വാസ് എ പ്രൊലിഫിക് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് റോട്ട് നമ്പർ ഓഫ് ബുക്സ് സച്ച് ആസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ആൻ ഓട്ടോബയോഗ്രഫി. അല്ലേ, അദ്ദേഹം ഒരു വളരെ വലിയ ഒരു എഴുത്തുകാരനാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൊലിഫിക് എന്ന് വെച്ചാൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളായെന്നാണ് അർത്ഥം. അതിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ വായിച്ചത്. ഇൻ 1955 നെഹ്റു വാസ് അവാർഡഡ് ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ചിട്ടുള്ള മഹത് വ്യക്തി. അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗത്തിലൂടെ കടന്നു പോകാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. എന്താണ് ജവഹർലാൽ നെഹ്റു ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. About the timely arrival of, timely means well timed എന്ന് പറയാം. Happening or appearing at the proper time, യഥാസമയത്ത് സംഭവിക്കുന്ന, കൃത്യസമയത്ത് എന്നാണ് അർത്ഥം അല്ലേ. ടൈംലി അറൈവൽ, അദ്ദേഹം വന്നത്, ഗാന്ധിജിയുടെ വരവ് ആ കൃത്യസമയത്തായിരുന്നു. ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, അതിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ എഴുതുന്നത്. വെൻ ദ കൺട്രി വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്, അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു? ദ കൺട്രി വാസ് ഇൻ എ ഡയർ നീഡ് മീൻസ് ഏർജൻറ്റ് എന്നാണ് ഡയർ എന്നുള്ളതിൻ്റെ മീനിങ്. ഡയർ നീഡ് മീൻസ് റിക്വയറിംഗ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ബാഡ് കോൺസിക്വൻസസ്, മോശമായ പരിണിത ഫലങ്ങളെല്ലാം തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഡയർ നീഡ്. വെൻ ഇന്ത്യ വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്, ഇപ്പോൾ ഗാന്ധിജി ഇങ്ങോട്ട് വന്ന സമയത്ത് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പിൻ്റെ അത്യാവശ്യം ഭാരതത്തിനുണ്ടായിരുന്നു എന്നാണ്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ഉപമിച്ചിരിക്കുന്നത് ഹി ഈസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് എന്നാണ്, പ്രകാശകിരണങ്ങളോടാണ്. ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശകിരണങ്ങൾ. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നെഹ്റു ചെയ്യുന്നത് ഗാന്ധിജിയെക്കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള ഒരവലോകനമാണ്. റീഡ് ദ എക്സാപ്റ്റ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ എക്സ്ട്രാക്ട്. ആസ് വി സെഡ് earlier, this is a part of discovery of India. Okay? And then Gandhi came. World War First ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. അങ്ങനെ അവസാനം ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സമാധാനമാണ് ഉണ്ടാകേണ്ടത് അല്ലേ. ആ സമാധാനം നമുക്ക് എന്തൊക്കെയാണ് തരേണ്ടത്? ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് us റിലീഫ് ആൻഡ് പ്രോഗ്രസ്, നമുക്കൊരാശ്വാസവും അതുപോലെ പുരോഗതിയും യുദ്ധത്തിന് ശേഷമുള്ള സമാധാനം പ്രദാനം ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പകരം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ്, അതിന് പകരമായിട്ടുണ്ടായത് എന്താണ്? ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻ, അടിച്ചമർത്തുന്ന ഒരു തരം ലെജിസ്ലേഷനാണ്, ഭരണമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആൻഡ് മാർഷ്യൽ ലോ, പട്ടാള നിയമം അല്ലേ. മാർഷ്യൽ മീൻസ് സോൾജിയർലി എന്നാണ്. സോൾജിയർലി, പട്ടാള നിയമം പഞ്ചാബിൽ വരികയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷവും സമാധാനം പുലർന്നില്ല. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ, അടിച്ചമർത്തുന്ന രീതിയിലുള്ള പട്ടാള നിയമമാണ് പഞ്ചാബിൽ ഏർപ്പെടുത്തിയത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ,
സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അപമാന ബോധം അല്ലേ, അവഹേളിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധം, അങ്ങനെയുള്ള ഒരു കൈപ്പേറിയ ബോധമുണ്ടാകുന്നു. ആൻഡ് എ പാഷനേറ്റ് ആങ്കർ, വളരെ തീവ്രമായിട്ടുള്ള ഒരു പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിംഗ് എന്നാണ് അല്ലേ. പാഷനേറ്റ് ആങ്കർ ഫിൽഡ് അവർ പീപ്പിൾ, ഒരു അപമാനബോധവും അതുപോലെ തീവ്രമായിട്ടുള്ള ദേഷ്യവും ആളുകളിൽ നിറഞ്ഞു. വി ഹാഡ് ബിക്കം എ ഡെറിലിക്റ്റ് നേഷൻ, ഡെറിലിക്റ്റ് ഫോർസേക്കൺ അല്ലെങ്കിൽ അബാൻഡൻഡ് എന്ന് പറയും, എല്ലാവരും ഉപേക്ഷിച്ച, എല്ലാവരും തള്ളിക്കളയപ്പെട്ട ഒരു നാടായി മാറി നമ്മുടേത്. ദാറ്റ് ഈസ് വി ഹാഡ് ബിക്കം എ അബാൻഡൻഡ് നേഷൻ. യെറ്റ് വാട്ട് കുഡ് വി ഡു, അങ്ങനെയൊക്കെ ആയിട്ടും വാട്ട് കുഡ് വി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്, വിഷ്യസ് പ്രോസസ്, ഈവിൾ ഓർ ഇമ്മോറൽ, ക്രൂവൽ, ഈ ഒരു ക്രൂരമായിട്ടുള്ള പ്രക്രിയ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എന്താണ് നമ്മളതിനു വേണ്ടി ചെയ്യേണ്ടത്. വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ, നമ്മളങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്താണല്ലേ, ഹെൽപ്ലെസ് ആയി, അതുപോലെ ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ, വലിയ ശക്തിയേറിയ രാക്ഷസൻ്റെ, മോൺസ്റ്റർ എന്ന് പറഞ്ഞതാണല്ലോ ഹൊറിബിൾ ക്രീച്ചർ, പൈശാചികമായ രൂപമുള്ള അല്ലെങ്കിൽ രാക്ഷസീയ ഭാവമുള്ള ഒരു സാധനം, അതാണ് മോൺസ്റ്റർ. അപ്പോൾ വലിയ ശക്തിയേറിയ രാക്ഷസൻ്റെ പിടികളിൽ അകപ്പെട്ടു പോയി ഹെൽപ്ലെസ് ആയിരിക്കുന്നതായി നമുക്ക് തോന്നുകയാണ്. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്, നമ്മുടെ കൈകാലുകളെല്ലാം, ലിംബ് എന്ന് പറഞ്ഞാൽ ആംസ് ഓർ ലെഗ്സ്, കൈകളോ കാലുകളോ, അതിനാണ് കളക്റ്റീവായിട്ട് ലിംസ് എന്ന് പറയുക. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്, കൈകാലുകളെല്ലാം മരവിച്ചിരിക്കുന്നു. അവർ മൈൻഡ്സ് ഡെഡൻഡ്, മനഃശക്തിയെല്ലാം പോയിരിക്കുന്നു അല്ലേ, മനസ്സ് മരവിച്ചിരിക്കുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്, ഒരുപാട് പേർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. മെനി പീപ്പിൾ വെർ ഐസൊലേറ്റഡ് ഫ്രം ദ ലാൻഡ് ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക് ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്. സ്വന്തം ഭൂമി പോലും നഷ്ടപ്പെട്ട ആളുകൾ, ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്, സാങ്കേതികമായതോ അല്ലെങ്കിൽ മാനുവലായിട്ടുള്ളതോ, മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കൈത്തൊഴിലുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വർക്കിന് സാധിക്കാത്ത രീതിയിൽ ഇൻകേപ്പബിൾ എന്നാണ്, അവർക്കതിനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ തൊഴിലില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് എന്നല്ലേ, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അവരും കൂടി. അതായത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും അസന്തുഷ്ടിയും ഹെൽപ്ലെസ്നെസ്സും വളരെയധികം വർദ്ധിച്ചു എന്ന് ചുരുക്കം. സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്, ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, അവർക്ക് പ്രതീക്ഷയില്ല. ദേ സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറേസ്. മൊറേസ് മീൻസ് മാർഷി ലാൻഡ്, ചതുപ്പ് നിലം അല്ലേ, പെട്ടുകഴിഞ്ഞാൽ അവിടുന്ന് ഊരിപ്പോരാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള വല്ലാത്തൊരു ദുർഘടാവസ്ഥയിൽ അവരെത്തിച്ചേരുകയാണ്. That is, the people of India became incapable of any kind of work and they are unemployed, helpless and hopeless. They were struggling so hard to live. They did not know where to look. അവർക്കറിയില്ല എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. For neither the old nor the new offered them any hope. സഹായത്തിന് വേണ്ടി എങ്ങോട്ട് നോക്കണമെന്നറിയാതെ ആ നിൽക്കുന്ന സമയത്ത് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നാണ്. ബിക്കോസ് നീദർ ദ ഓൾഡ്, പഴയ നിയമങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളോ അതുപോലെ തന്നെ ദ ന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഇവിടെ, മാർഷ്യൽ ലോ അല്ലേ, പുതിയ പട്ടാള നിയമം, രണ്ടും അവർക്ക് എന്ത് നൽകില്ല എന്നാണ്. നീദർ ഓഫ് ദം ഗിവ് ദം എനി ഹോപ്പ്, അവർക്ക് പ്രതീക്ഷ രണ്ടു കൂട്ടരും നൽകില്ല. നീദർ ബ്രിട്ടീഷ് റൂൾ നോർ മാർഷ്യൽ ലോ ഗാവ് ദം എനി കൈൻഡ് ഓഫ് ഹോപ്പ്. വാട്ട് കുഡ് വി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഹൗ കുഡ് വി pull India out of this quagmire of poverty and defeatism? ഇന്ത്യയെ എങ്ങനെ വലിച്ചു പുറത്താക്കാൻ സാധിക്കും അല്ലേ, ഇന്ത്യയെ എങ്ങനെ വലിച്ച് ഈ ഒരു ക്വാഗ്മയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർഷ്, ഒരു വാക്ക് കണ്ടിരുന്നല്ലോ നേരത്തെ, മൊറാസ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥമാണ്. ക്വാഗ്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം, ദാരിദ്ര്യത്തിൻ്റെയും പരാജയബോധത്തിൻ്റെയും ഒരു ചതുപ്പു നിലത്തിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയെ കരകയറ്റുക. Pull India out of this quagmire. Like, how can we rescue India from this confusing situation? Defeatism means acceptance of defeat without struggle. ഒരു പരാജയബോധം അല്ലെ, പരാജയം സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ. Not for a few years of excitement and agony and suspense, but for long generations our people had offered their blood and toil, tears and sweat.
അതായത് കുറച്ച് വർഷത്തെ, നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. കുറച്ച് വർഷത്തെ ഒരാവേശവും അതുപോലെ തന്നെ അഗണി, വേദന അല്ലേ, വേദനയും ആങ്സൈറ്റിയും ഒരു ഉത്കണ്ഠയും മാത്രമല്ല, മറിച്ച് ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്, കുറേ തലമുറകളായിട്ട് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. തലമുറകളായിട്ട് നമ്മുടെ ജനങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് അർപ്പിക്കുന്നത്? അവരുടെ ബ്ലഡ്, അവരുടെ രക്തം, അവരുടെ അധ്വാനം, കണ്ണുനീര്, വിയർപ്പ് എല്ലാം പൊഴിക്കുന്നുണ്ട്. ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ, poisoning every aspect of our life. And this process had eaten its way deep into the body and soul of India. This process means ഒരു പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ. ദാറ്റ് ഈസ് വിഷ്യസ് പ്രോസസ് എന്നുള്ള വാക്ക് നേരത്തെ കണ്ടതാണ്. അത് മാർഷ്യൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആളുകളുടെ അസംതൃപ്തി. ഇറ്റ് ഈസ് പാഷനേറ്റ് ആങ്കർ ആൻഡ് ഹെൽപ്ലെസ്നെസ്, ഹ്യൂമിലിയേഷൻ, എവറിഥിങ്. അങ്ങനെ ജനങ്ങളുടെ അസന്തുഷ്ടി, പട്ടാള ഭരണത്തിൻ്റെതായ ആ ക്രൂരത, അത് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യയുടെ ശരീരത്തിനെയും ആത്മാവിനെയും ആഴത്തിൽ കാർന്ന് തിന്നതാണ്. ആഴത്തിൽ കാർന്ന് തിന്നുക മാത്രമല്ല, പോയ്സണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും, എല്ലാ ഭാഗവും പോയ്സൺ ചെയ്തുകൊണ്ട്, വിഷലിപ്തമാക്കിക്കൊണ്ട് അതങ്ങനെ തുറന്നു പോന്നു. That is, each and every people of India were leading an unhappy life, a hopeless life under martial law. And then Gandhi came. അങ്ങനെ ആ സമയത്താണ് ഗാന്ധി അവിടേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. അദ്ദേഹം ഏതുപോലെയായിരുന്നു എന്നാണ്, ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, ശുദ്ധവായുവിൻ്റെ ഒരു ഒഴുക്ക് പോലെ അല്ലെ, ശക്തമായ കറണ്ട് മീൻസ് ഫ്ലോ, ഒഴുക്ക് പോലെ. ദാറ്റ് മെയ്ഡ് എസ് സ്ട്രെച്ച് അവർ സെൽഫ്. ആ ഒരു ശുദ്ധവായു നമ്മളെ നിവർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നിവർത്തി നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവായിരുന്നു. ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്സ്, ആശ്വാസത്തിൻ്റേതായിട്ടുള്ള ശ്വാസം വിടാനും നമുക്കതുകൊണ്ട് സാധിച്ചു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അത് കാണാം അല്ലേ. നേരത്തെ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞിരുന്നു ഗാന്ധിജിയെ. അതുപോലെ തന്നെ ഹീ ഈസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. പ്രകാശ കിരണങ്ങളോട് അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നു. ദാറ്റ് പീസ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രകാശകിരണം. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. നമ്മുടെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകളെല്ലാം, സ്കെയിൽ എന്ന് പറഞ്ഞാൽ കവറിങ് അല്ലെങ്കിൽ വെയിൽ എന്നാണ്, ഒരു മൂടുപടം എന്നൊക്കെ പറയാം. കണ്ണിൽ നിന്നുള്ള കാഴ്ചയെ മറയ്ക്കുന്ന എല്ലാത്തിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വെളിച്ചത്തിന് സാധിച്ചു. അതായത് നമുക്ക് വെളിച്ചം പകരാനാണ് അദ്ദേഹം വന്നത്. ലൈക്ക് എ വേർവിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. പല കാര്യങ്ങളെയും അട്ടിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു ചുഴലിക്കാറ്റ് പോലെ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്. മോസ്റ്റ് ഓഫ് ഓൾ, എബോവ് ഓൾ, എല്ലാത്തിനും ഉപരിയായി ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. ആളുകളുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഗാന്ധിജി കുഡ് എൻകറേജ് ആൻഡ് ഗേവ് സ്ട്രെങ്ത് ടു ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്. അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല. ഹി സീം ടു ബി എമേർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ. ഹി വാസ് വൺ എമംഗ് ഇന്ത്യൻസ് സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്. എമേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കം ഇൻ ടു വ്യൂ അല്ലേ, കാഴ്ചയിലേക്ക് വരിക. അദ്ദേഹം നമ്മിലേക്ക് ഇറങ്ങി വന്നത് ആകാശത്ത് നിന്ന് ഒരു ദൂതൻ വന്നതുപോലെയല്ല, ഇന്ത്യയിൽ നിന്ന് ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം, നമ്മുടെ തന്നെയായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരാൾ. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇതായിരുന്നു. ഗെറ്റ് ഓഫ് മീൻസ് ഫ്രീ, ടു മൂവ് ഫ്രം ബീയിങ് ഓൺ ടോപ്പ് ഓഫ് സംതിങ്. എന്തിൻ്റെയും മുകളിൽ നിന്ന് താഴെ ഇറങ്ങുക. ഇവിടെ എന്താണ്? ഗെറ്റ് ഓഫ് ദ ബാഗ്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഈ ഒരു കർഷകരുടെയും വർക്കേഴ്സിൻ്റെയും പുറത്തു നിന്ന് ഇറങ്ങൂ. അദ്ദേഹം പറയുകയാണ്, ഓൾ ഓഫ് യു ഹു ലീവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും. ഗെറ്റ് ഇറ്റ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ദാരിദ്ര്യവും അതുപോലെ കഷ്ടപ്പാടും ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റം അല്ലേ, ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മോചിതരാകൂ, ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടൂ, കർഷകരുടെയും വർക്കേഴ്സിൻ്റെയും പുറത്തു നിന്ന് ഇറങ്ങൂ.
Political freedom took a new shape then and acquired a new content. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് പുതിയ ഒരു ഷേപ്പ്, പുതിയൊരു മാനം കൈവന്നു അല്ലേ. അക്വയർഡ് എന്ന് വെച്ചാൽ ഗെറ്റ് എന്നാണ്. പുതിയൊരു മാനം കൈവന്നു. മച്ച് ദാറ്റ് ഹീ സെറ്റ് വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞത് അധികവും എന്ത് ചെയ്തു? വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ്. നമ്മൾ പകുതി മാത്രം അതിനെ സ്വീകരിച്ചു. ഓർ സംടൈംസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ഓൾ. ഗാന്ധിജി പറഞ്ഞത് പകുതി ചിലവർ അനുസരിച്ചു, ചിലർ എന്ത് ചെയ്തു? അതിനെ മുഴുവനായി തള്ളിക്കളഞ്ഞു, തീരെ അംഗീകരിച്ചതുമില്ല. ബട്ട് ഓൾ ദീസ് വാസ് സെക്കൻഡറി. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം സെക്കൻഡറിയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഇല്ലയോ എന്നതൊക്കെ സെക്കൻഡറിയാണ്. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൻ്റെ സാരാംശം എന്ന് പറയുന്നത് നിർഭയത്വവും അതുപോലെ സത്യസന്ധതയുമായിരുന്നു. ആൻഡ് ആക്ഷൻ allied to these, allied or related or supporting these. ഫിയർലെസ്നെസ്സുമായിട്ടും ട്രൂത്തുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അതായത് സത്യസന്ധതയും നിർഭയത്വവും തുളുമ്പുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലേ. അതെങ്ങനെയായിരിക്കണം? പൊതുജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. കീപ്പിംഗ് ദ വെൽഫെയർ, വെൽഫെയർ എന്ന് പറഞ്ഞാൽ അറിയാം, ക്ഷേമം എന്നൊക്കെയാണല്ലോ. പൊതുജനക്ഷേമത്തിന് വേണ്ടി സത്യസന്ധതയിലും നിർഭയത്വത്തിലും ഊന്നിയ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ, so we had been told in our ancient books, was abhaya or fearlessness. Not merely bodily courage, but the absence of fear from the mind. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനോ വേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വാസ് അഭയ. എല്ലാവർക്കും വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അഭയയാണ് അല്ലെങ്കിൽ നിർഭയത്വം ആണ്. നോട്ട് മിയർലി ബോഡ്ലി കറേജ്, ശാരീരികമായിട്ടുള്ള ഒരു ധൈര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, മനസ്സിൽ നിന്ന് തന്നെ ഭയത്തെ ഒഴിവാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അതാണ് യഥാർത്ഥത്തിൽ ഫിയർലെസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ തന്നെ ഭയം തീരെ പാടില്ല. അല്ലെങ്കിൽ ശരീരം കൊണ്ട് കാണിക്കുന്ന ധൈര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ഭയം മനുഷ്യ മനസ്സിനെ കീഴടക്കിക്കൂടാ. ദ ഡൊമിനൻറ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫെയർ. ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഗവേണിങ്, മുഴച്ചു നിൽക്കുന്ന, പുറത്ത് കാണുന്ന ഇമ്പൾസ്, ഒരു വികാരം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണ എന്നൊക്കെയല്ല അർത്ഥം. ഇവിടെ ഇമോഷൻ എന്നേ ഉള്ളൂ. ഇപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യക്കാരിൽ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് കണ്ട, പുറത്ത് കണ്ട ഒരു വികാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിയർ ആയിരുന്നു അല്ലേ. പെർവേസീവ്, അപ്രസിങ്, സ്ട്രാംഗ്ലിങ് ഫിയർ. പെർവേസീവ്, വളരെ വ്യാപകമായിട്ടുള്ള അല്ലേ, സ്പ്രെഡിങ് ത്രൂ ഔട്ട്, അതാണ് പെർവേസീവ്. ഒപ്രസിങ്, അടിച്ചമർത്തുന്ന. സ്ട്രാംഗ്ലിങ് മീൻസ് സപ്രസിങ് ഓർ സഫോക്കേറ്റിംഗ്, അല്ലെങ്കിൽ കഴുത്ത് ഞെരിക്കുന്ന എന്നൊക്കെ പറയാം. കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രീതിയിലുള്ള തരത്തിലുള്ള പേടി. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഭയങ്കരമായൊരു പേടിയായിരുന്നു ബ്രിട്ടീഷ് റൂൾ ഇന്ത്യക്കാരിൽ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഫിയർ ചെയ്യേണ്ടത്? ഫിയർ ഓഫ് ദ ആർമി, ദ പോലീസ്, ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, ദാറ്റ് ഈസ് എസ്പേനാഷ്, ചാരപ്രവൃത്തി അല്ലേ. ചാരന്മാരെ പേടിക്കണം, പോലീസിനെ, ആർമിയെ. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഔദ്യോഗിക വർഗത്തെ. ഫിയർ ഓഫ് ലോസ്, മെൻ ടു സപ്രസ് ആൻഡ് ഫോർ പ്രീസൺ അല്ലേ, നിയമത്തെ ഭയക്കണം. ദ ലോ മെൻ ടു സപ്രസ്, അതായത് അടിച്ചമർത്തൽ നിയമമാണ്, അതിനെ ഭയക്കണം. ആൻഡ് ഓഫ് പ്രീസൺ, ജയിലിനെ ഭയക്കണം. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ലാൻഡ് ലോഡിനെ മാത്രമല്ല ജന്മിയുടെ ഏജൻറ്റിനെയും ഭയക്കേണ്ടതുണ്ട്. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പൈസ കടം കൊടുക്കുന്ന ആളെ പേടിക്കണം. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, പട്ടിണി, തൊഴിലില്ലായ്മയെ, എല്ലാത്തിനെയും. വിച്ച് വർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, എല്ലാവരും അങ്ങനെ എൻട്രൻസിൽ അങ്ങ് നിൽക്കുകയാണ് അല്ലേ. എല്ലാ തരത്തിലുള്ള ഭയവും ഇന്ത്യയിലെ ആളുകളുടെ മനസ്സിൻ്റെ വാതിൽപ്പടിയിൽ ഉണ്ടായിരുന്നു. ഈ ഭയങ്ങളെല്ലാം, ത്രഷോൾഡ് മീൻസ് എൻട്രൻസ്, വാതിൽപ്പടി എന്നൊക്കെ പറയില്ലേ. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. It was against this all-pervading fear, ഈ ഒരു പെർവേസീവ് ആയിട്ടുള്ള, അതായത് ഈ സ്പ്രെഡിങ്
ഫിയർ, ഇത്തരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പേടിയുണ്ടല്ലോ, അതിനെതിരെയാണ് ഗാന്ധി ക്വയറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശാന്തവും ഉറച്ചതുമായിട്ടുള്ള ശബ്ദം ഉയർന്നത്. പേടിക്കെതിരെ, ആളുകളുടെ ഭയത്തിനെതിരെ ഗാന്ധിജി വളരെ ശാന്തമായിട്ട് ഉറച്ച രീതിയിൽ ശബ്ദമുയർത്തി. അദ്ദേഹം പറഞ്ഞതാണ്, ബി നോട്ട് അഫ്രൈഡ്, ഭയക്കേണ്ട ആവശ്യമില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ ഓർ ഓൾ ദാറ്റ്? അതത്ര എളുപ്പമായിരുന്നു. വാസ് ഇറ്റ് സോ സിമ്പിൾ? നോട്ട് ക്വയറ്റ്. ക്വയറ്റ് മീൻസ് കംപ്ലീറ്റ്ലി, അശേഷമല്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ആൻഡ് യെറ്റ്, എന്നിട്ടും fear builds its phantoms which are more fearsome than reality itself, and reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. എന്നാലും fear builds its phantoms. Phantoms, illusion. Here, a kind of terror, ഒരു ഭീതി, അല്ലേ, പേടിപ്പിക്കുന്ന എന്തിനെങ്കിലുമൊക്കെ ഫാൻറ്റംസ് എന്ന് പറയും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇല്യൂഷൻസ്, അല്ലേ, ചില തോന്നുകലുകളെയൊക്കെ ഫാൻറ്റം എന്ന് പറയാം. ഇവിടെ ഭീതി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഇല്യൂഷൻസ് ഉണ്ടാക്കുന്നു. ആ ഇല്യൂഷൻസാണ്, ആ തോന്നലുകളാണ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. ഇല്യൂഷൻസ് ആർ മോർ ഫിയർഫുൾ ദാൻ ദ ആക്ച്വൽ റിയാലിറ്റി. യാഥാർത്ഥ്യത്തെക്കാൾ ഏറ്റവും പേടിപ്പെടുത്തുന്നത് അതിൻ്റെ തോന്നലുകളാണ്. യാഥാർത്ഥ്യം ഒരുപക്ഷെ ഭയപ്പെടേണ്ട ഒരു കാര്യമാവില്ല, പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ പേടിച്ചു കൊണ്ടിരുന്നാൽ അത് പ്രശ്നം തന്നെയാണ്. ആൻഡ് റിയാലിറ്റി, യാഥാർത്ഥ്യമാണെങ്കിൽ വെൻ കാംലി അനലൈസ്ഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി ആക്സെപ്റ്റഡ്. യാഥാർത്ഥ്യമാകട്ടെ നമ്മൾ വളരെ ശാന്തമായിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിൻ്റെ പരിണത ഫലങ്ങൾ വില്ലിംഗ്ലി ആക്സെപ്റ്റഡ്, ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ സ്വീകരിച്ചാൽ, അല്ലേ, എന്ത് പരിണതഫലം വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ, ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ. ഇപ്പോൾ പേടിയുടെ ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല, അതിൻ്റെ ആ ടെറർ, അതിൻ്റെ ഭീകരത നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ പേടിയുടെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ തോന്നലുകളാണ് പേടി കൂടുതൽ ഉണ്ടാകുന്നത്. ആക്ച്വലി പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. സോ സഡൻലി ആസ് ഇറ്റ് were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. Suddenly, as it were, that black pall of fear, pall മേലങ്കി, ഒരു കവറിങ്ങിനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ എ ക്ലോത്ത് ലൈഡ് ഓവർ എ കഫിൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടൂമ്പിൻ്റെ മുകളിൽ, ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ശവമഞ്ചത്തിൻ്റെ മുകളിൽ വിരിക്കുന്ന തുണിയെയൊക്കെ പോൾ എന്ന് പറയാറുണ്ട്. ഇവിടെ എന്തിൻ്റെ മേലങ്കിയാണ്? പോൾ ഓഫ് ഫിയർ ആണ്. വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്. ആളുകളുടെ ചുമലിൽ നിന്ന് ഭയത്തിൻ്റേതായിട്ടുള്ള മേലങ്കി അഴിച്ചു മാറ്റപ്പെട്ടു, അല്ലേ, പെട്ടെന്ന് തന്നെ അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ആ ഭയത്തിൻ്റേതായ മേലങ്കി കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെട്ടില്ല, ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി, വലിയൊരു തോതിൽ മാറ്റപ്പെട്ടു എന്നാണ്. അമേസിങ്, ആശ്ചര്യജനകമായ രീതിയിൽ മാറ്റപ്പെട്ടു. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു falsehood, so truth follows fearlessness. Fear is the closest friend of falsehood. അറിയാം അല്ലേ, പേടി എന്ന് പറയുന്നത് കാപട്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് പേടിയുള്ളവനാണ് കാപട്യം കാണിക്കുന്നത്. ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. സത്യം ഭയമില്ലായ്മയെ പിന്തുടരുന്നു. ഭയമില്ലാത്തവന് സത്യം പറയാൻ യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. The Indian people did not become much more truthful than they were. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ത്യക്കാർ, they did not become much more truthful. അവർ പണ്ടെങ്ങനെയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ സത്യസന്ധരായിട്ടൊന്നുമില്ല. Nor did they change their essential nature overnight. മാത്രവുമല്ല, nor did they change their essential nature. അവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം അത് ഒറ്റ രാത്രി കൊണ്ട് മാറിയിട്ടുമില്ല. Nevertheless, എന്നിരുന്നാലും a sea change was visible as the need for falsehood and furtive behavior lessened. എന്നിരുന്നാലും ഒരു വലിയ മാറ്റം, എ സീ ചേഞ്ച്, ഒരു സമൂലമായ മാറ്റം, വലിയ ഒരു മാറ്റം സംഭവിച്ചു. ഈസ് വിസിബിൾ ആസ് ദ നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫേർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. അതായത് എങ്ങനത്തെ മാറ്റമാണ്? ആളുകളുടെ ഈ കള്ളത്തരത്തിൻ്റെയും അതുപോലെ കാപട്യത്തിൻ്റെയും ആവശ്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഗാന്ധിജി കുറച്ചെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ട് ഫാൾസ്ഹുഡിനെയും ഫേർട്ടീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്തി ബിഹേവിയർ, ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫേർട്ടീവ്, കള്ളന്മാരെ പോലെയുള്ള സ്വഭാവം, അതെല്ലാം കുറയ്ക്കപ്പെട്ടു.
It was a psychological change. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു അത്. Almost as if some expert in psychoanalytical method had probed deep into the patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. അപ്പോൾ അത് ശരിക്കും എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്, ഒരു മാനസികമായ മാറ്റമാണ്. ഏതുപോലെ? ഓൾമോസ്റ്റ് ആസ് ഇഫ്, അതുപോലെ സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്, ഈ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ. എന്താണ് ഈ സൈക്കോ അനലിറ്റിക്കൽ? ഒരാളുടെ സ്വഭാവം, എന്തെങ്കിലും ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാളുടെ പാസ്റ്റുകളിലൂടെ കടന്നുപോയി അയാളുടെ പാസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടുന്ന ആ ഒരു രീതി, അതാണ് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് അല്ലേ. അയാളുടെ ജീവിത സാഹചര്യങ്ങളെ അനലൈസ് ചെയ്തിട്ട് അയാളുടെ പ്രശ്നം കണ്ടെത്തുക. അങ്ങനെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റിനെ പോലെ അങ്ങനെ ഹാഡ് പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. പ്രോബ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെ, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് പ്രോബിങ് എന്ന് പറയുന്നത്. അന്വേഷിച്ച് പോവുക, പ്രോബ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. സൈക്കോളജിക്കൽ ഡിസോർഡറുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അന്വേഷിച്ച് പോയി ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്, അവൻ്റെ കോംപ്ലക്സസിൻ്റെ, അതായത് പ്രോബ്ലംസിൻ്റെ ഒറിജിൻ, ഉത്ഭവം കണ്ടെത്തുക. എന്നിട്ടോ എക്സ്പോസ് ദം ടു ഹിസ് വ്യൂ, ആ പ്രശ്നം എന്താണെന്ന് എക്സ്പോസ് മീൻസ് ഷോ ദ പ്രോബ്ലംസ് ടു ദാറ്റ് പേഷ്യൻ്റ് അല്ലേ, ആ പേഷ്യൻറ്റിന് ആ ഒരു പ്രശ്നം കാണിച്ചു കൊടുക്കുക. ആൻഡ് ദസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബേർഡൻ, എന്നിട്ട് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? റിഡ് ഹിം ഓഫ്, അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുക. ഫ്രീ ഹിം ഓഫ് ദാറ്റ് ബേർഡൻ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുക. ആ ഒരു മെത്തേഡാണ് ഗാന്ധിജി ഉപയോഗിച്ചത് ടു ചേഞ്ച് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. ദർ വാസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. ഇപ്പോൾ സൈക്കോളജിക്കൽ മെത്തേഡാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു, സൈക്കോളജിക്കൽ ചേഞ്ച് സംഭവിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു സൈക്കോളജിക്കൽ റിയാക്ഷനും ഉണ്ടായിരുന്നു, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലേ. എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്? എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ. അവർക്ക് മനസ്സിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഇന്ത്യക്കാർക്ക് അവർക്ക് ഷെയിമാകാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ, ഒരു ലജ്ജ. അറ്റ് അവർ ലോങ് സബ്മിഷൻ, ഒരുപാട് കാലമായിട്ട് വി ഹാവ് ബീൻ സറണ്ടേഡ് ടു ആൻ ഏലിയൻ റൂൾ അല്ലേ. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ്, ഗിവ് ഇൻ എന്നൊക്കെ പറയാം അല്ലേ, കീഴടങ്ങി പോവുക. ടു ദാറ്റ് ഏലിയൻ റൂൾ ഫോറിൻ റൂൾ, വിദേശ ഭരണത്തിന് കീഴടങ്ങി ജീവിക്കുന്നതിൽ ഒരു ഷെയിം തോന്നി. ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്. ഫോറിൻ റൂൾ എങ്ങനെയായിരുന്നു? നമ്മളെ ഡീഗ്രേഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു, അവഹേളിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു ഷെയിം തോന്നി. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് ലോ ലോങ്ങർ. ഇനി അങ്ങോട്ട് ഒരു തലത്തിലും തങ്ങൾ എന്ത് ചെയ്യില്ല, സബ്മിറ്റ് ചെയ്യില്ല, കീഴടങ്ങില്ല എന്ന് പറയാനുള്ളൊരാഗ്രഹം അവർക്കുണ്ടാവുകയാണ്. ഒരിക്കലും കീഴടങ്ങില്ല. എങ്ങനെയാണെങ്കിൽ വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, പരിണിത ഫലങ്ങൾ എന്ത് തന്നെയായാലും എനിക്ക് കീഴടങ്ങില്ല എന്നവർ വിചാരിക്കുകയാണ്. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ, പെർഹാപ്സ് എന്നാണ് പറയുന്നത്, പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. ഒരുപക്ഷെ നമ്മൾ മുമ്പത്തേക്കാൾ സത്യസന്ധരായില്ല അല്ലേ. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലൊന്നും നമ്മൾ ഒരുപക്ഷെ ട്രൂത്ത്ഫുൾ ആയിട്ടില്ല. എന്നാലും ബട്ട് ഗാന്ധി വാസ് ഓൾവേസ് ദർ ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ടു പുൾ us up and shame us into truth. പക്ഷേ ഗാന്ധി വാസ് ഓൾവേസ് ദർ, ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധത, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ടു പുൾ us up. ടു പുൾ അപ്പ് someone മീൻസ് ടു ക്രിറ്റിസൈസ് someone, ഒരാളെ ശാസിച്ച് നേരെയാക്കുക, അതിനെയാണ് പുൾ us up എന്ന് പറയുന്നത്, ശാസിക്കുക. ആൻഡ് ഷെയിം us into truth. വാട്ട് ഈസ് ഷെയിം സംബഡി ഇൻ ടു സംതിങ് മീൻസ് to induce somebody to do something by making them feel ashamed of not to do it. ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, make them feel ashamed not to do it.
അത് ചെയ്തില്ലെങ്കിൽ മോശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഷെയിം സംബഡി ഇൻ ടു സംതിങ് എന്ന് പറയുക, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഷെയിം അസ് ഇൻ ടു ട്രൂത്ത് മീൻസ് ഹി മെയ്ഡ് ഫീൽ അഷെയിംഡ് ഓഫ് അവർ സെൽഫ് ടു അറ്റാച്ച് അസ് ടു ട്രൂത്ത്. നമ്മളെ സത്യത്തോട് ബന്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് ആഹ്വാനം നൽകുകയാണ്, അല്ലേ? സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഫ് വി ഡു നോട്ട് ടെൽ ദ ട്രൂത്ത് ഇറ്റ് ഈസ് ഷെയിം എന്നുള്ള രീതിയിൽ അദ്ദേഹം ശാസിച്ചു. എന്നിട്ട് നെഹ്റു ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത്? ഐ ഡു നോട്ട് നോ ഫോർ സർട്ടൻ. അപ്പോൾ എന്താണ് സത്യം എന്ന് നെഹ്റു ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് അതറിയില്ല എന്ന്. ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. നമ്മുടെ സത്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റീവ്, അല്ലേ? ആപേക്ഷികമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ സത്യമല്ല മറ്റൊരാളുടെ സത്യം. ആൻഡ് ആബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് us. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അപ്പുറത്താണ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ, രണ്ട് ഓക്സിലറീസ് കാണാം. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. അല്ലേ? വ്യത്യസ്തങ്ങളായ ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ മേ ആൻഡ് ഡു അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നു. ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്, അല്ലേ? ചിലർക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, അല്ല ഉറപ്പായിട്ടും ചിലർക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മേ ആൻഡ് ഡു. മേ എന്ന് പറയുന്നത് ചാൻസ് ആണ്. ഡു ടേക്ക് മീൻസ് ഒരു എംഫസൈസ് ആണ്. തീർച്ചയായിട്ടും വ്യൂസ് ഉണ്ട്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. എന്തായാലും ഓരോ വ്യക്തിയും ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ, വളരെ ശക്തിയായി തന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അല്ലേ? അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനാൽ, അതുപോലെ തന്നെ അവന് കിട്ടിയ ട്രെയിനിങ്, വളർന്നു വരുമ്പോൾ കിട്ടിയ ടീച്ചിങ്സ്, അതുപോലെ തന്നെ ഇമ്പൾസസ്, പ്രചോദനമാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾപ്രേരണകൾ. ഡിസയേഴ്സ് ഫ്രം ഇൻസൈഡ്, പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ആഗ്രഹങ്ങളുണ്ട്, അതിനാണ് ഇമ്പൾസ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒരാളുടെ സത്യത്തെ സ്വാധീനിക്കും. സോ ഓൾസോ ഗാന്ധി. അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിജിയുടെ കാര്യവും. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ പോസ് ഹിയർ. വി വിൽ കണ്ടിന്യൂ ഇറ്റ് after you read this portion thoroughly. Until then, bye.